പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കോട്ടല്ല, നമുക്ക് കോട്ട് പോലെ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ലെസ് ബാഗേജ് മോർ ഫ്രീഡം, ലെസ് ബാഗേജ് മോർ കംഫർട്ട്. ഇതൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമല്ലേ. അതായത് നാം വലിച്ചു ചുമന്ന് കെട്ടിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ കയ്യിലെ ബാഗേജ് കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ ആശ്വാസവും കിട്ടും, കൂടുതൽ സ്വാതന്ത്ര്യവും കിട്ടും. നമ്മൾ ഹോളിഡേ സീസണിലൊക്കെ നമ്മുടെ സൂട്ട് കേസ് പാക്ക് ചെയ്യത്തില്ലേ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബാഗിൻ്റെ എണ്ണം അങ്ങ് കുറയ്ക്കും ആ ട്രിപ്പിൽ, അല്ലേ? അതുപോലെ തന്നെയാണ് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നാം ക്യാരി ചെയ്യുന്ന ബാഗേജ് ഉണ്ടല്ലോ, അതിൻ്റെ എണ്ണം ഒന്ന് കുറയ്ക്കണം. പലപ്പോഴും നമ്മുടെ ബാഗേജ് നമുക്കൊരു വലിയ ബേർഡനായിട്ട് തീരും, അത് നമ്മെ തളർത്തും. അതുകൊണ്ട് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം ഞാനൊന്ന് വായിച്ചോളട്ടെ. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 7. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പ്രൈസ് ദി ലോർഡ്. സ്കോട്ട് സാവേജ് ഇങ്ങനെ പറയുന്നു, അവർ ഇൻറ്റേർണൽ ബാഗേജ് ഓഫൺ ഫീൽസ് ഹെവിയർ ഡ്യൂറിങ് ദ ഹോളിഡേ സീസൺ. എന്നാണേലും പാക്ക് ചെയ്യുന്നതിന് നമുക്ക് സമയമെടുക്കും. എൻ്റെ ഒരു മോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പോകേണ്ട ദിവസത്തിന് കുറേ ദിവസം മുമ്പ് തൊട്ടേ പാക്ക് ചെയ്യാൻ തുടങ്ങും. അതിന് മുമ്പേ പുള്ളിക്കാരി ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. അതായത് പുള്ളിക്കാരി കൊണ്ടുപോകാൻ ആഗ്രഹിച്ച സാധനങ്ങളിൽ ഒന്നും താൻ മറന്നു പോകരുത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അവസാന സമയം ഓടി നടക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഓടി കടയിൽ പോയി ചിലതൊക്കെ അപ്പോൾ മേടിക്കേണ്ട തിരക്കിനകത്തുനിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്തു വന്നാലും അവസാനം എന്തെങ്കിലും ഒരു സാധനം മറന്നു എന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കുറിച്ച് വെച്ചിട്ടും എഴുതി വെച്ചിട്ടും വല്ല കാര്യമുണ്ടോ? ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. അൺനെസസറിലി ഹെവിയായിട്ടുള്ള സംഗതികളൊന്നും നമ്മുടെ ലഗേജായിട്ട് നാം നമ്മുടെ ബാഗിനകത്ത് ഇടരുത്. അതിന് പകരം ഞാൻ പറയട്ടെ, കൂടുതൽ നമ്മൾ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മളെ താഴേക്ക് വലിക്കുന്ന, ഭാരം തരുന്ന ആ വെയിറ്റുള്ള സംഗതികൾ നാം ക്യാരി ചെയ്യുമ്പോൾ ആക്ച്വലി നഷ്ടപ്പെടുന്നത് നമ്മുടെ സന്തോഷമാണ്, അല്ലേ? നമുക്ക് പലപ്പോഴും പിള്ളേർ വരുമ്പോൾ പിള്ളേരുമായിട്ട് ഒരുമിച്ചൊരു സ്ഥലത്ത് പോകാനുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ആ വർഷത്തെ ഒരു വണ്ടർഫുൾ ടൈമായിരിക്കും അത്. ഹല്ലേലൂയ. ഹോളിഡേ സീസണിൽ നമ്മുടെ ഇൻറ്റേർണൽ ബാഗേജിനൊക്കെ കൂടുതൽ ഭാരം തോന്നും. നമ്മുടെ സൂട്ട് കേസ് നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലും ക്യാരി ചെയ്യുന്നത് ക്ഷമിക്കപ്പെടാത്ത ചില സംഗതികൾ, ഉണങ്ങി തീരാത്ത ചില വൂണ്ടുകൾ, ചില ദുഃഖങ്ങൾ, ചില പകപിണക്കങ്ങൾ, ചില ആങ്സൈറ്റി കൊണ്ട് ഒക്കെ നിറഞ്ഞിരിക്കുമല്ലേ. അതും ക്യാരി ചെയ്തുകൊണ്ടല്ലേ ദൈവമല്ലേ പലപ്പോഴും നീ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇനിയുള്ള ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന സന്തോഷകരമായി നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ചില സമയങ്ങളിൽ എന്നാ ചെയ്യണം ബാഗേജ് ഒന്ന് കുറയ്ക്കുവാൻ?
ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം, നമ്മുടെ ലോഡിനെ നമുക്ക് എങ്ങനെ കനക്കുറവുള്ളതാക്കി മാറ്റാം. ലെസ് ബാഗേജ് മോർ ഫ്രീഡം, അതൊക്കെ ശരി തന്നെ. പക്ഷെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നമ്മളുടെ ആ സീസണിലേക്ക് വേണ്ട കാര്യങ്ങളെ നാം തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു കാര്യവും മറന്നു പോകാതെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുത്ത് നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഭാരം ചുമക്കുന്നവരായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞൊരു ഇൻവിറ്റേഷൻ നമുക്ക് കർത്താവ് തരുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവാൻ കർത്താവ് പറയുമ്പോൾ, കുഞ്ഞെ, ആ ഇൻവിറ്റേഷൻ നീ തിരസ്കരിക്കുമോ? അവനോട് ചേർന്ന് നിന്നാൽ ഒത്തിരി കാര്യം അവൻ പഠിപ്പിക്കും. അവൻ പറയുന്നത് തൻ്റെ നുകം മൃദുവും തൻ്റെ ചുവട് ലഘുവുമാകുന്നു എന്നാണ്. നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരുന്നവനാ കർത്താവ്. കാരണം അവൻ്റെ നുകം മൃദുവും അവൻ്റെ ചുമട് ലഘുവുമാകുന്നു. അപ്പോൾ യേശു കർത്താവ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ആ ഇറ്റേണൽ ലൈഫ്, നമ്മുടെ മരണത്തിന് ശേഷമുള്ളത്, അവൻ നമ്മുടെ സകല ഭാരങ്ങളെയും കുറച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. ഞാനൊരു ഗുഡ് ന്യൂസ് നിങ്ങളോട് പറയട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് കഴിയുമ്പോൾ, നമ്മുടെ ബാഗേജ് നമ്മളെ എക്സോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവന് മനസ്സിലാക്കി കഴിയുമ്പോൾ, അവൻ പറയുന്ന എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മുടെ ബാഗേജ്, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നാം അത് സറണ്ടർ ചെയ്യണം. എന്നിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഫ്രീഡം എത്രമാത്രമെന്ന് കാണുവാൻ്റെ ഗുണം ഇടയാകണം. കുഞ്ഞെ, നീ ക്ഷീണിച്ചാണോ? ഹല്ലേലൂയ. ക്ഷീണിക്കുവാൻ അനുവദിക്കരുത്. നീ നിന്നെ തന്നെ ബലപ്പെടുത്തി മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ജയകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ബാഗേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാതെ പോയാൽ, നമ്മൾക്ക് വേണ്ട തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കുവാൻ കഴിയാതെ പോയാൽ, ഓർത്തുകൊള്ളണേ, അത് മറ്റുള്ളവരെയും അഫക്റ്റ് ചെയ്യും. നമുക്കറിയാം, മലാഖി പ്രവചനം കഴിഞ്ഞിട്ട് ഏകദേശം 400 വർഷത്തിൻ്റെ ഒരു നിശബ്ദ പീരീഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്, സെക്രിയാവ് തൻ്റെ ഭാര്യ എലിസബത്ത്, മോശയുടെ സഹോദരൻ അഹരോൻ്റെ ഡിസെൻഡൻസ്, അവർ ദൈവമുമ്പാകെ നീതിയുള്ളവരായിരുന്നു. അവരെ ഒരു കുറ്റവും പറയാനില്ലായിരുന്നു. ആലയത്തിന് വേണ്ട ശുശ്രൂഷയൊക്കെ അവർ ചെയ്യുമായിരുന്നു. അവർ നീതിയുള്ളവരായിരുന്നു, നീതിയുള്ള കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷെ അവർക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ല എന്നുള്ള ആ ഒരു ഭാരം, ആ ഒരു ഇന്നബിലിറ്റി, അതൊരു വലിയ ഭാരമായിട്ട് അവരത് ചുമന്നുകൊണ്ട് നടന്നു. ഹല്ലേലൂയ. വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകും, ചിലർക്ക് താമസിച്ചുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ പോകാതെ പോകുമ്പോൾ, നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ പോകാതിരിക്കുമ്പോൾ ദേഷ്യം, വേദന, നിരാശ, നീരസങ്ങൾ, പ്രത്യേകിച്ച് കൾച്ചറൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ, ഫ്രൂട്ട്ഫുൾ അല്ലല്ലോ ഞങ്ങളെന്നുള്ളൊരു ചിന്തയാൽ വരുന്ന ഭാരങ്ങൾ, ഇതിനൊന്നും അവർ പ്രാധാന്യം കൊടുത്തില്ല. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് ഡിസപ്പോയിൻമെൻറ്റ് വിത്ത് ഗോഡ്? ഞാൻ പറയട്ടെ, യേശു കർത്താവിനെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ച് നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ്സ് വരുന്നാൽ പോലും, വരുന്നുണ്ടെങ്കിലും അത് വളരെ ചലഞ്ചിങ്. കാരണം
നമ്മൾ നമ്മുടെ ദൈവത്തെ അപ്രോച്ച് ചെയ്താൽ, നമ്മളവനെ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി തരും. പക്ഷേ വിശ്വാസത്തിൻ്റെ കുറവ് നമ്മൾ കാണുവാൻ ഇടയാകരുത്. നമ്മുടെ അപ്രോച്ച് ശരിയായിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? തീർച്ചയായിട്ടും കർത്താവ് നമ്മെ മാനിക്കും, ഉത്തരം തരും, ബലം തരും, ജയം തരും, ശത്രുവിൻ്റെ വായടയ്ക്കും. പക്ഷെ നമ്മൾ കുറ്റബോധമോ നീരസമോ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. എപ്പോഴും റെക്കൺസിലിയേഷൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ ബാഗേജിനെ നാം ഡീൽ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. When we refuse to deal with our baggage, our decisions affect others. നമ്മളത് കൈകാര്യം ചെയ്യുന്നത് ശരിക്കും ചെയ്തില്ലെങ്കിൽ അത് മറ്റുള്ളവരെ കൂടെ അഫക്റ്റ് ചെയ്യും. സക്രിയാവിൻ്റെയും എലിസബത്തിൻ്റെയും സംഭവം വിവരിച്ചിരിക്കുന്നത് വളരെ എൻകറേജിങ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നാം ഹോണസ്റ്റ് ആയിരിക്കണം. തീർച്ചയായിട്ടും കാത്തിരിക്കുന്നവനെ കർത്താവ് തൻ്റെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിപ്പാനായി ഇന്നും ക്ഷണിച്ചുകൊണ്ടായിരിക്കുന്നത്. നമുക്കറിയാം സക്രിയാവിനും എലിസബത്തും തലമുറയും ലഭിച്ചു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമേ, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കൊന്നും വിഘ്നം വരുത്താതെ, ഡിലേ വരുത്താതെ ചെയ്യേണ്ട തക്ക സമയത്ത് സന്തോഷത്തോടെ മനസ്സോടെ കർത്താവിനെന്നവണ്ണം ചെയ്താൽ ഞങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന പ്രതിഫലം ഞങ്ങൾ പ്രാപിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓട്ടം മുന്നോട്ട് വിടുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.